അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇവിടെ യൂറോപ്പിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ യൂറോപ്പ് മൊത്തം ഇസ്ലാമിക് റാഡിക്കൽസ് നിന്ന് രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞപ്പോൾ വലിയ പരാതി. അപ്പോൾ ആ പരാതി എന്താണ്? ഇന്ത്യയെ പറഞ്ഞില്ല, ലോകം എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പരാതി നമുക്ക് തീർക്കാനാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, യെസ്, പൊട്ടിച്ചു. ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകാൻ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്ലാം കളിയട്ടെ. ആ എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടികിട്ടിയ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെച്ചാൽ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇസ്ലാം ഇല്ലാതാവട്ടെ എന്ന്. ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നം, എപ്പിട്ട കൊണ്ട് പോയി പരിപാടി അവതരിപ്പിച്ചാലേ കൊളാവുക. എന്ത് വേർഡാ ഈ പറഞ്ഞത്? വല്ല ഓർമ്മയുണ്ടാവും? ഇവനെ ഇസ്ലാം പഠിപ്പിക്കാതിരുന്നതാണ് ആ മമ ചെയ്ത തെറ്റ്. ഇവൻ്റെ മമ ചെയ്ത തെറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലടാ, നീ ഇങ്ങനെ ഉരുണ്ടി നടക്കുന്നു. ഇവിടെ വാടാ, കേരളത്തിലോട്ട് വാടാ. കേരളത്തിൽ വന്ന് കേരളത്തിൽ മനുഷ്യരെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപാടാ. അതേ ലിയാക്കത്ത് കാശുണ്ടാക്കണം. നീ ഇങ്ങനെ ഉരുതണ്ടി നടന്നു. ഒന്നും പറയാനില്ല അളിയാ. ഏതായാലും നമ്മൾ നവോത്ഥാനം പറയുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള സുനാഫിക്കേഷൻ പോയില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മളറിയാതെ പുറത്തേക്ക് വരും. എന്നാലും ഇതാണ് എൻ്റെ ഹീറോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവൻ്റെ നാമത്തിൽ ഇസ്ലാം ഇല്ലാതാവട്ടെ എന്ന്. ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ പടച്ചവൻ്റെ കൂടെ ഉള്ളതല്ലേ. പടച്ചവനില്ലാതെ നമുക്കൊരു കളിയില്ലല്ലേ. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ മുസ്ലിംസിനൊരു കുഴപ്പമുണ്ട്. നമ്മളെല്ലാവരുടെ അടുത്തും പറയും നമുക്ക് ഈ മതമൊന്നുമല്ല, ഒരു കാര്യമില്ല. പക്ഷേ പിന്നെ നമ്മൾ എന്തിനു മുമ്പ് നമ്മൾ ബിസ്മി എന്ന് പറഞ്ഞു പോകും. ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ നല്ലടാ. എന്തിനാടാ നീ ഈ സംഖ്യകളെ പറ്റിക്കുന്നത്? കത്യത്തി സംഖ്യകൾ നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി സഹതാപമാണ് കേട്ടോ. ഇവറ്റം ഈ പൻ്റെ 3 കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരുത്തിക്ക് നാഴിക്ക് 40 വട്ടവും അവൾ പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കെട്ടിയോ വേണമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വേണം, എൻ്റെ കൊച്ചിന് കെട്ടിയോ വേണമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വേണം, ഞാൻ ഇസ്ലാം വിട്ടിട്ടില്ല, ഞാൻ പള്ളിക്ക് വരി കെട്ടുന്നു, ഞാൻ ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ നവോത്ഥാനം നയിക്കുകയാണ്. പക്ഷേ എനിക്ക് കൂട്ട് നിൽക്കേണ്ടതും കമൻറ്റ് ഇടേണ്ടതും ആവശ്യം പോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതും ഒക്കെ സംഖ്യകളാണ്. ഒരുത്തി പറയണത്. വേറൊരുത്തം പറയണത് ഇസ്ലാമിലാകെ കുഴപ്പമാണ്. എന്താണ് കുഴപ്പം? അവതാളമല്ലാതെ വേറൊന്നും പറയത്തില്ല. എന്താണ് കുഴപ്പം? അവർക്ക് ബുദ്ധിയില്ല, അതൊരു കുഴപ്പമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് 5 ലക്ഷം രൂപ അണ്ണാക്കി കൊണ്ട് കൊടുത്തത്. അതങ്ങനെ വരണം, ഇതിങ്ങനെ വരണം. മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ, ഈ മതത്തിന് പ്രത്യേകിച്ചൊരു പ്രോബ്ലവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ല. ഇങ്ങനെ കുറേ പണ്ഡിതന്മാർ ഇല്ലാ വചനങ്ങളും പൊല്ലാ വചനങ്ങളും ഒക്കെ പറഞ്ഞ് പൊലിപ്പിച്ച് കുറച്ചതിനെ ഒരുമാതിരി വൈകൃതമാക്കുന്നുണ്ടെന്നുള്ളത് വസ്തുത. ഇതിനപ്പുറം ഇതിനകത്തൊന്നും ഇല്ല. പക്ഷേ അത് മനസ്സിലാക്കിയവർ, അതനുസരിച്ച് ജീവിച്ചവർ ഒരു കാരണവശാലും അത് വിട്ടു പോവുകയുമില്ല. ആരെ കൊണ്ടും പറ്റാത്തൊരു കാര്യമാണ്. ഇനി അടുത്ത ജനറേഷൻ നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ പറ്റും. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവനാമത്തിൽ ചെയ്യും. അത് ശീലമാണ്. അങ്ങനെയാണ്. ബിസ്മി പറയാതെ നമുക്ക് ഗ്ലാസ് വെള്ളം കഴിക്കാനൊക്കത്തില്ല. ചിലപ്പോൾ പബ്ലിക്കിൽ നമ്മളത് പറയില്ലായിരിക്കും, കാണിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ പറയും, മനസ്സിലെങ്കിൽ നമ്മളത് പറയും. ഉറങ്ങാൻ സമയം നമ്മുടെ പ്രെയർ അതുണ്ട്, നമ്മൾ പറഞ്ഞേ ഉറങ്ങുള്ളൂ. എന്തിനടാ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് ആ പാവങ്ങളെ പറ്റിക്കണേന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഏതായാലും വൻകുരിശെന്ന് പറയുന്നത് ഇവനെയാണ്. ഒന്നും പറയാനില്ല. അനുഭവിച്ചാലും പഠിക്കാത്ത കുറേ മന്ദബുദ്ധികൾ ഇവനെയും ചുമ്മിക്കൊണ്ടിങ്ങനെ നടക്കും. ആരിഫ് ഹുസൈൻ പറഞ്ഞത് കേട്ടായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചവൻ്റെ നാമത്തിൽ ഇസ്ലാം ഇല്ലാതായിപ്പോട്ടെ. അവനെ ഏതാണ്ട് നല്ല 1ാം ക്ലാസ് ഡ്രഗ്സ് അടിക്കുന്നത്, അതിൻ്റെ ഒരു കിളി പറിച്ച് അവനിക്കുണ്ട്. അനുഭവിച്ചു. താങ്ക് യു.